ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിനെ ഇപ്പോൾ ശ്രീ മോഹൻലാൽ നമ്മോടൊപ്പം ഈ സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. ശ്രീ മോഹൻലാൽ, ആദ്യം തന്നെ മലയാളത്തിന് സുവർണ നേട്ടം, അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ് അമൃത ടിവിയുടെ. എന്ത് തോന്നുന്നു? ഒരുപാട് നന്ദി, പ്രണാമം പ്രണാമം, നന്ദി നന്ദി നന്ദി. ഹലോ, പറഞ്ഞോളൂ. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് താങ്കളെ തേടിയെത്തിയത്. എന്താണ് അതിന് എന്താ പറയണ്ടേ? അങ്ങനെ ആരോട് നന്ദി പറയണം? ഈശ്വരനോട് നന്ദി പറയുന്നു, ആ ജൂറിയോട് നന്ദി പറയുന്നു, ഇന്ത്യൻ ഗവൺമെന്റിനോട് നന്ദി പറയുന്നു, എന്നെ ഞാനാക്കി മാറ്റിയ ഓരോ പ്രേക്ഷകരോട് നന്ദി പറയുന്നു. മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു അഭിമാനമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ കൂടെ സഞ്ചരിക്കുന്ന ഇനി സഞ്ചരിക്കാൻ പോകുന്ന എല്ലാവർക്കും, ഒരുപാട് പേർക്ക്, എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ അംഗീകാരം പങ്കുവെക്കുകയാണ്. ഈ പുരസ്കാരം നൽകുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് താങ്കളുടേത്. അങ്ങനെ എല്ലാ ആളുകളിലേക്കും എത്താൻ താങ്കളെ പോലൊരു മഹാനടന് കഴിഞ്ഞു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഒരു വരി പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ. അതെ, എന്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും എന്റെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച സംവിധായകരും എഴുത്തുകാരും എന്നോട് ഒപ്പം അഭിനയിച്ച ആൾക്കാരും തന്നെയാണ് അവരോടാണ് ഞാൻ എന്റെ നന്ദി അറിയിക്കേണ്ടത്. ഞാനൊരു തനിച്ചൊരാളല്ലേ, ഇത് എന്നെ എത്രയോ ആൾക്കാരുടെ സംരക്ഷണത്തിലാണ് അവർ സിനിമ ഉണ്ടാകുന്നത്. അപ്പൊ അവരോടൊക്കെയുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എന്റെ മാതാപിതാക്കളോടുള്ള നന്ദി ഞാൻ പറയുന്നു, എന്റെ കുടുംബത്തോടുള്ള നന്ദി പറയുന്നു. സകല മലയാളികളും മലയാള സിനിമയെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. മാതാ അമൃതാനന്ദമയി അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. മറ്റൊരു കാര്യം കൂടി, മലയാള സിനിമയ്ക്ക് ആകെ കിട്ടിയിട്ടുള്ള ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ആദ്യം അടൂർ ഗോപാലകൃഷ്ണനെ, ഇപ്പോൾ അത് താങ്കളിലൂടെ എത്തിയിരിക്കുന്നു. എത്രയോ പുരസ്കാരങ്ങൾ സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും, പത്മഭൂഷൺ, അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാരം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പുരസ്കാരം നേരത്തെ തന്നെ കിട്ടേണ്ടതാണെന്ന് കരുതിയിരുന്നോ? അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഇത് നമുക്ക് എന്താ പറയേണ്ടത്? ഇതൊരു ഏറ്റവും പരമോന്നതമായ ഒരു പുരസ്കാരമല്ലേ. അത് ഈ സമയത്ത് എനിക്ക് കിട്ടിയെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അതാ പറഞ്ഞ അതിന്റെ ആ ജൂറിയോടും ഗവൺമെന്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എന്താ പറയാ, ഇങ്ങനെ ഈ സമയത്ത് ഒരു ഈശ്വരാധീനമാണ്. ഞാൻ അതിനെ എന്ത് വാക്ക് കൊണ്ട് അതിനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല. എന്തായാലും ഈ വളരെ 48 വർഷത്തെ എന്റെ സിനിമാ ജീവിതം അതായിരിക്കാം. അതിനോടുള്ള ഒരു എന്താ പറയുന്ന ഒരു വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കാം. അതിനെ ഒരു പാഷൻ ആയിരിക്കാം. ഞാൻ അതിനെ ഡിസെക്ട് ചെയ്തൊന്നും പറയുന്നില്ല, അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. ഈശ്വരന് ഞാനിപ്പോ ഈ സമയത്ത് നന്ദി പറയുന്നു. വളരെയധികം സന്തോഷം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.